പുഞ്ചിരി ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം സങ്കടങ്ങളില്ല എന്നല്ല. ആ സങ്കടങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ ഒരാൾ പഠിക്കുന്നതാണ് അയാളുടെ സന്തോഷവും പുഞ്ചിരി. നമ്മൾ ഓർത്തേക്കരുത് സങ്കടങ്ങളെല്ലാം മാറിയിട്ട് ചിരിക്കാൻ പറ്റുമെന്ന്. അതൊരു അൺറിയൽ വേൾഡാണ്. അങ്ങനെയൊന്നുമില്ല. ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം സങ്കടങ്ങളൊക്കെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല. കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത് പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം, ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കാൻ. നമ്മൾ ഓർക്കേണ്ടതൊരു ദിവസം വരും അവരുടെ ലൈഫിൽ, അത് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല. ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്വരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ഒരിക്കൽ പോലും അവളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? അതല്ലേ എക്സ്പ്രഷൻ ഓഫ് ലവ്? കാരണം വികാരങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ദേ ആർ മോർ ഇൻസ്റ്റിങ്സ്. അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഇവിടെ. അപ്പം നമുക്കത് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റണമെന്നില്ല. പിശാച് ആവേശിച്ചൊരു കുട്ടി, ഒരച്ഛൻ ആ ഒരു കുടത്തിൽ അതിനെ എടുത്തു വെക്കുന്നത് ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ട കഥകൾ, ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. ആക്ച്വലി ഭൂതം, പ്രേതം, ഇതുപോലത്തെ കാര്യങ്ങൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സിമ്പിൾ ചോദ്യം, ഹൂ ഈസ് ദ അതോറിറ്റി? ഈ ആത്മാവിൻ്റെയും അധികാരി ആരാണ്? ദൈവമാണെങ്കിൽ, ഈ ആത്മാവിൻ്റെ അധികാരി ദൈവമാണെങ്കിൽ ദൈവം അനുവദിക്കൂ ഇങ്ങനെ അലഞ്ഞു നടന്ന് മനുഷ്യനെ ദ്രോഹിക്കാൻ? അതേസമയം ചില കേസുകളുണ്ട്, ഗുഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കും. പ്രൈവറ്റ് റെവലേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്കൊരു ദൈവവിചാരമുണ്ട്, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, പേഴ്സണലി ഒരു നല്ല ലൈഫ് ജീവിക്കുന്നുണ്ട്. ദെൻ ഹൂം ഷുഡ് ഐ ഫിയർ? ഞാൻ ആരെയാണ് പേടിക്കുന്നത്? പാപത്തിന് പരിഹാരമുള്ളിടത്തോളം കർമ്മയല്ല ഇവിടെ റൂൾ ചെയ്യുന്നത്. കർമ്മ റൂൾ ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. കർമ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നോളൂ, ദൈവത്തിൻ്റെ ആവശ്യമില്ല. പുരോഹിതർ ആത്മാവിൻ്റെ വൈദ്യരാണ്. എന്തോന്ന് അവരെ അട്രാക്റ്റ് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാക്കുന്നതിന് മുകളിലാണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് മാത്രം അതിനെ ആക്ഷേപിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. പിന്നെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത്, അതിന് പല ഡൈമെൻഷനുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഡൈമെൻഷനുണ്ട്, മനുഷ്യൻ്റെ ഒരു തോന്നലും കൂടി ഉണ്ട് അതിനകത്ത്. ഒരു ആശ്വാസം കിട്ടും. പിന്നെ ഒരു സ്പിരിച്വൽ അലമുണ്ട്. മനുഷ്യർ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസമാണെന്ന്. എന്താ സമാധാനം അറിയാമോ? ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ച് അവിടെ ക്രൂശിച്ചില്ലേ? നമുക്ക് കിട്ടുന്നതിനെല്ലാം തിരിച്ചു കൊടുക്കാൻ എല്ലാവരും തുടങ്ങിയാൽ ഇവിടെ എന്തായിരിക്കും ഭൂമി സംഭവിക്കാൻ പോകുന്നത്? ഓരോ രാജ്യവും യുദ്ധത്തിനിറങ്ങും. ഓരോ രാജ്യവും പോലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് സ്നേഹം കിട്ടാത്ത എല്ലാവരും വെറുപ്പുമായിട്ടിറങ്ങിയാൽ ഈ ലോകം എങ്ങനെയാവും? അതിനകത്ത് നമുക്ക് സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വളരെ യങ് ഓഫ് ഏജിൽ കുഞ്ഞുങ്ങൾ ക്രൈമിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചൊരു കാഴ്ച കണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ അതിന് ശേഷം വന്ന വീഡിയോസിൽ അവരുടെ ആരുടെയെങ്കിലും മുഖത്തൊരു റിഗ്രറ്റ് നമ്മൾ കണ്ടോ? ഇല്ല. അവരവരുടെ ശരികളാണ് ചെയ്തത്. അവർക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അവർക്കുണ്ടൊരു സ്പിരിച്വാലിറ്റി, അവർക്കൊരു പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് മൊറാലിറ്റിയും എത്തിക്സും ഒന്നും ഒബ്ജക്റ്റീവ് ആകാത്ത ഇന്നത്തെ കാലത്ത്? അബ്സല്യൂട്ട് ആകാത്തത്. അതാകാത്ത സ്ഥലത്ത് വാർ ആരംഭിക്കും, യുദ്ധം ആരംഭിക്കും, അൾട്ടിമേറ്റ് കെയോസിലേക്ക് കാര്യങ്ങൾ പോകും. Awareness is the spiritual path to enlightenment. വെൽക്കം ടു ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റ്. എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണ കാണുന്ന ഒരു വ്യക്തി അല്ല, ആ ഒരു പ്രൊഫൈലിലുള്ള ഒരാളല്ല ഇന്ന് എനിക്കൊപ്പമുള്ളത്. ഞാൻ രേണു, എനിക്കൊപ്പമുള്ളത് ഫാദർ ജിസൻ പോൾ വെങ്ങാശ്ശേരിയാണ്. അച്ഛാ, ഞാൻ ആദ്യമായിട്ടാണൊരു സ്പിരിച്വൽ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല തുടക്കമാകട്ടെ, ഇനി ഒരുപാടെണ്ണം ചെയ്യാൻ പറ്റട്ടെ സ്പിരിച്വൽ പോഡ്കാസ്റ്റ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും ഒരു മതത്തെ ഹനിക്കാനോ അത്തരം ചോദ്യങ്ങളോ അതൊന്നുമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങളാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പുരോഹിതനും ഡോക്ടറും ഇവർ രണ്ടുപേരും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ റിലാക്സ്ഡ് ആവും. എത്ര വലിയ ആത്മസംഘർഷങ്ങളായിട്ട് വരികയാണെങ്കിലും ആ ഒരു പുഞ്ചിരി കണ്ടു കഴിയുമ്പോൾ, അപ്പം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്ന്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പുഞ്ചിരി? നിങ്ങളുടെ ആ പുഞ്ചിരി എത്രത്തോളം മാറ്റങ്ങൾ വരുത്താറുണ്ട്? രേണു, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും പുഞ്ചിരി സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരും. പുരോഹിതൻ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ടീച്ചർ ചിരിച്ചാൽ
എന്ത് സന്തോഷമായിരിക്കും ക്ലാസ്സിലെ കുട്ടികൾക്ക്. തീർച്ചയായിട്ടും നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ കൗണ്ടറിലിരിക്കുന്ന ഒരു സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് സംസാരം തുടങ്ങിയാൽ എന്ത് സമാധാനമായിരിക്കും നമുക്ക്. ഒരു സർക്കാർ ഓഫീസിൽ ഒരു പുഞ്ചിരിയുടെ മുഖം ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമായിരിക്കും. പുഞ്ചിരി എപ്പോഴും നല്ലതാണ്. പുഞ്ചിരി ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം സങ്കടങ്ങളില്ല എന്നല്ല. ആ സങ്കടങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ ഒരാൾ പഠിക്കുന്നതാണ് അയാളുടെ സന്തോഷവും പുഞ്ചിരിയും. നമ്മൾ ഓർത്തേക്കരുത് സങ്കടങ്ങളെല്ലാം മാറിയിട്ട് ചിരിക്കാൻ പറ്റുമെന്ന്. അതൊരു അൺറിയൽ വേൾഡാണ്. അങ്ങനെയൊന്നുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം സങ്കടങ്ങളൊക്കെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. നമ്മളൊരു ഉത്തോപ്യൻ സ്പിരിച്വാലിറ്റിയിലോട്ടൊന്നും പോകണ്ട. സങ്കടങ്ങളില്ലാത്തൊരു ലോകം. സങ്കടങ്ങളുള്ളപ്പോഴും അതിൻ്റെ മുകളിലൂടെ നടക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന ഒരു എക്സ്പീരിയൻസാണ് സ്പിരിച്വാലിറ്റി. അങ്ങനെ ഒരു ആർട്ട് കിട്ടിയവർക്കാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. ഒരു പ്ലാസ്റ്റിക് പുഞ്ചിരിയൊന്നുമല്ല. ഇത് പറയുമ്പോൾ റീനു ഓർത്തേക്കരുത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് സങ്കടം ഉണ്ടാകും. മനുഷ്യരാകുമ്പോൾ എന്താ സങ്കടം ഉണ്ടാകും. ഇടയ്ക്ക് മുഖം മാടും, ഇടയ്ക്ക് നമ്മുടെ സങ്കടം മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെന്താണ് മെച്ചം? എത്രയും പെട്ടെന്ന് റീഗെയിൻ ചെയ്യുക സന്തോഷത്തെ, ആ പോസിറ്റിവിറ്റിയെ, ആ ഹോപ്പ് റീഗെയിൻ ചെയ്യുക. ചിലർക്ക് പറ്റുന്നത് അങ്ങ് അടിഞ്ഞ് താഴെ പോവും. എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളത്, റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. യെസ്, ഈ റിവൈവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സങ്കടം, വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട്. ഇപ്പം എൻ്റെ ഹിന്ദു ഫ്രണ്ട്സ് ആണെങ്കിൽ പറയാറുണ്ട്, അമ്പലത്തിലെ അങ്ങനെയുള്ള സ്പിരിച്വൽ അവരുടെ ലീഡേഴ്സിൻ്റെ അടുത്ത് പോവുക, അവരുടെ അടുത്തൊന്ന് ചെന്നിരിക്കുമ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, അങ്ങനെയുള്ള പലതരം ആളുകളാണല്ലോ. അപ്പം അതിലൊരു ആശ്വാസം കണ്ടെത്തുക, ഇതെല്ലാം വരാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ഹോപ്പ്, പ്രതീക്ഷ ഇങ്ങനൊരു സ്പിരിച്വൽ ലീഡർ അല്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൊക്കെയാണ്. പക്ഷേ ആസ് എ സ്പിരിച്വൽ ലീഡർ അങ്ങനെ ഒരാളായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യാശ ശരിക്കും എവിടെയാണ്? ദൈവത്തിലാണ് തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത്, അതിന് പല ഡൈമെൻഷനുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഡൈമെൻഷനുണ്ട്. മനുഷ്യൻ്റെ ഒരു തോന്നലും കൂടി ഉണ്ട് അതിനകത്ത്. ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സംസാരത്തിൽ പോലും ഈ ചോദ്യങ്ങൾക്ക് പലതിനും ഇതിനും ഇൻഡെപ്ത് മറുപടി ഉണ്ട്. പക്ഷെ അത് ചാടിക്കറി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നില്ലേ, പാത്രം അറിഞ്ഞ് വിളമ്പണം. ഇപ്പം നമ്മൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഈ ലെവലിൽ, ഈ ലൈറ്റ് ലെവലിൽ ഇത്ര അറിഞ്ഞാൽ മതി. ഒന്നൊരു സൈക്കോളജിക്കൽ ഒരു കൺസലേഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഇത്തരം സ്പേസിൽ മനുഷ്യർക്ക്. സിൻസ് വി ആർ സൈക്കോളജിക്കൽ ബീയിങ്സ് ഓൾസോ. ഒപ്പം തന്നെ ഒരു സ്പിരിച്വൽ റലമുണ്ട്, ഒരു ഹീലിങ്ങിൻ്റെ, ഒരു കൺസലേഷൻ്റെ സ്പിരിച്വൽ റലമുണ്ട്. ആ ഒരു റലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം സ്പിരിച്വാലിറ്റി നമ്മൾ പണ്ട് തൊട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഒരാൾ ഞാൻ സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഞാൻ പറയും ഐ ആം സ്പിരിച്വൽ. പക്ഷേ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ പല മാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കുള്ളൊരു സ്പിരിച്വാലിറ്റി അതെന്താണ്? ഐ ആം സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ രേണു ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് ഐ ബിലീവ് ഇൻ എ സൂപ്പർ പവർ. ഞാൻ എൻ്റേതാകുന്ന ഒരു മെഡിറ്റേഷനും എൻ്റേതാകുന്ന രീതിയിലും സ്വസ്ഥതയിലും സമാധാനത്തിലും വരുന്ന അങ്ങോട്ട് എനിക്കൊരു എൻ്റെ കോൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഇനി ഈ വരുന്ന സംസാരങ്ങളിൽ ഞാനത് കൂടുതൽ ഞാൻ പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പീസ് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളാണ്. സോ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആ ആളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നീ നിൻ്റെ കാര്യം മാത്രം നോക്കി നിന്റെ സമാധാനങ്ങൾ കണ്ടെത്തുക, മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുകയാണ് ഞാൻ. പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുള്ളത്, അതിനകത്തൊക്കെ വന്ന ചില വാക്കുകൾ സ്പിരിച്വാലിറ്റിയായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് സ്പിരിച്വാലിറ്റിയിൽ. ഹോപ്പുണ്ട്, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്, എ കൈൻഡ് ഓഫ് കണക്ഷനുണ്ട്, ആൻഡ് എത്തിക്സ് ഉണ്ട്. ഇതെല്ലാം സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോഴും രേണു അതിനകത്തോടെ ആ റിലീജിയോസിറ്റിയും കൂടെ പറയുന്നുണ്ടാകണം. അവിടെ ഒരു ക്ലാഷ് ഉണ്ട് സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഇന്ന് പലരുടെ ഇടയിലും. ഒറിജിനലി ക്ലാഷ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി എന്നുള്ള ടേം ഉപയോഗിക്കുമ്പോൾ അത് റിലീജിയനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തൊരു കൺസെപ്റ്റായിട്ട് അവതരിപ്പിച്ച് പോകുന്നുണ്ട്. സോ മെനി ഓഫ് us are telling that I am a spiritual being but I am not a religious person. രണ്ടും രണ്ടായിട്ടുണ്ട്. ഡൈക്കോട്ടമി ഉണ്ടാകുന്നുണ്ട് രണ്ടും തമ്മിൽ. അതിൻ്റെ പ്രോപ്പർ ബ്ലെൻഡിങ് ഉണ്ടാകുന്നിടത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതർവൈസ് യുവർ സ്പിരിച്വാലിറ്റി വിൽ എൻഡ് വിത്തിൻ യുവർ സെൽസ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ രണ്ടായിട്ടാണ്, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അച്ഛൻ അറിയുകയും ചെയ്യാതെ. അപ്പോൾ അതെങ്ങനെയാണ് അത് ബ്ലെൻഡ് ആവുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒന്നാവുന്നത്? റിലീജിയനും സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ബ്ലെൻഡായി ഒന്നാവുന്നത്? ഈ സ്പിരിച്വാലിറ്റി ഒഴുകുന്നൊരു സ്ട്രീമാണ് റിലീജിയൻ. അങ്ങനെ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റി ഒഴുകുന്ന സ്ട്രീമായിട്ടാണ് റിലീജിയൻ വർക്ക് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, സ്പിരിച്വാലിറ്റി ഈസ് ദ സോൾ, റിലീജിയൻ ഈസ് ദ ബോഡി. ബോഡി ഇല്ലെങ്കിൽ ഈ സോളിന് എക്സിസ്റ്റൻസേ ഇല്ല, അത് വർക്ക് ചെയ്യത്തില്ല. ഇനി സോൾ ഇല്ലെങ്കിൽ ദിസ് റിലീജിയൻ ഡെഡാണ്. ഇത് രണ്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ്.
ഒരു റിലീജനിലൂടെ. കാരണം വെച്ചാൽ ഇപ്പോൾ റെനുവിൻ്റെ സ്പിരിച്വാലിറ്റി റെനുവിൻ്റെ മാത്രം സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റി മക്കളിലേക്ക് പോലും കൈമാറാൻ ചിലപ്പോൾ റെനുവിന് പറ്റണമെന്നില്ല. പറ്റാത്തതിൻ്റെ കാര്യം ഒരു സിസ്റ്റം ഇല്ല. ഇന്ന് നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഡിമോളിഷൻ ഓഫ് സിസ്റ്റമാണ്. ഒരു സംവിധാനത്തെ തകർക്കുന്ന ഒരു ശ്രമമായിട്ട് ഇന്ന് സ്പിരിച്വൽ കൺസെപ്റ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുന്നതെന്നറിയാമോ, ഒരു വലിയ സീരിയസ് ഇഷ്യൂ ഉണ്ട്. അതൊരു പക്ഷേ നമുക്കത് ഇന്നത്തെ സമൂഹം മനസ്സിലാക്കിയാൽ വലിയ ഗുണമുള്ളൊരു കാര്യം പറയാം. ദ റൂൾ ഓഫ് റിലേറ്റീവ്സം എന്ന് പറയും. റൂൾ ഓഫ് റിലേറ്റീവ്സം. എനിക്കൊരു സ്പിരിച്വാലിറ്റി, റീനൊരു സ്പിരിച്വാലിറ്റി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്പിരിച്വാലിറ്റി. അപ്പോൾ എന്ത് പറ്റും? സ്പിരിച്വാലിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് എത്തിക്സ് ഓൾസോ. അപ്പോൾ എനിക്കൊരു ശരി, റീനൊരു ശരി, അവർക്കൊരു ശരി, അവർക്കൊരു ശരി. 10 ശരികളുള്ളിടത്ത് യുദ്ധം തുടങ്ങും. എല്ലാവരുടെയും ശരിയാണ് സംഭവം. ഈ 10 പേർക്കും ഒരു ശരി ഇല്ലാതാകുന്നു ഇന്ന്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. അതായത് റിലേറ്റീവിസം വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ആപേക്ഷികവാദം. എൻ്റെ ശരിയാണ് ഞാൻ ജീവിക്കുന്നത്. സിനിമയിലെ വില്ലൻ പോലും ജീവിക്കുന്നത് അവൻ്റെ ശരികളാണ്. ഇന്നിപ്പം നമ്മൾ കാണുന്ന വാർത്തകൾ, അതിനകത്ത് നമുക്ക് സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വളരെ യങ് ഓഫ് ഏജിൽ കുഞ്ഞുങ്ങൾ ക്രൈമിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചൊരു കാഴ്ച കണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ അതിന് ശേഷം വന്ന വീഡിയോസിൽ അവരുടെ ആരുടെയെങ്കിലും മുഖത്തൊരു റിഗ്രറ്റ് നമ്മൾ കണ്ടോ? ഇല്ല. അവരവരുടെ ശരികളാണ് ചെയ്തത്. അവർക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അവർക്കും ഉണ്ടൊരു സ്പിരിച്വാലിറ്റി, അവർക്കൊരു പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് മൊറാലിറ്റിയും എത്തിക്സും ഒന്നും ഒബ്ജക്റ്റീവ് ആകാത്തത് ഇന്നത്തെ കാലത്ത്? അബ്സല്യൂട്ട് ആകാത്തത്. അതാകാത്ത സ്ഥലത്ത് വാർ ആരംഭിക്കും, യുദ്ധം ആരംഭിക്കും, അൾട്ടിമേറ്റ് കെയോസിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം അച്ഛനിപ്പോൾ പറഞ്ഞല്ലോ അൾട്ടിമേറ്റ് കെയോസിലോട്ട് കാര്യങ്ങൾ പോകുന്നതിനെക്കുറിച്ച്. പക്ഷെ പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, മതങ്ങളില്ലായിരുന്നെങ്കിൽ വിഭജനങ്ങളില്ലാതിരുന്നേനെ. അതിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. ആ വിഭജനങ്ങളില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നേനെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മതത്തിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അത് അവർ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം മതം ബയസ്ഡ് ആകുമ്പോൾ മനുഷ്യൻ സഹികെട്ട് ചിന്തിച്ചു പോയത് അത് നല്ലതാകേണ്ട ഒന്ന് മോശമായി പോയപ്പോൾ. മതങ്ങളിലെല്ലാം വേണ്ട ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് മ്യൂച്വൽ റെസ്പെക്റ്റാണ്. ഞാൻ അറിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നതും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാത്തവർ എൻ്റെ ശത്രുക്കളല്ല എന്ന് തിരിച്ചറിയാനുള്ള ആർജവത്വം ഉണ്ടാകും. ഇന്ന് പറ്റുന്ന അപകടം മതങ്ങളിൽ സംഭവിച്ചത് എൻ്റെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവൻ എൻ്റെ ശത്രുവാകുകയാണ്. അതെങ്ങനെയാണ്? അപ്പം നേരത്തെ പറഞ്ഞ അപകടം, സ്പിരിച്വാലിറ്റി ഇല്ലാത്ത മതം ഡെഡ് ബോഡിയാണ്, ജഡമാണ്. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. ഈ ശത്രുതയെക്കുറിച്ച് തന്നെ ഞാൻ അതിലേറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ നാട്ടിൽ, എനിക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ട കാഴ്ചകളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതായിരിക്കുമ്പോൾ ആരോടെങ്കിലേക്ക് ഇഷ്ടം വരാം, വലിയ ഡിമാൻഡ്സൊന്നുമില്ല, RCSC നമ്മുടെ കൂട്ടർ തന്നെ ആയിരിക്കണം, അല്ലാത്തതുമായിട്ട് വരണ്ട, സമ്മതിക്കത്തില്ല. അപ്പം സ്നേഹം പ്രണയം എന്ന് പറഞ്ഞത് ഏറ്റവും ഒത്തു നിൽക്കേണ്ടൊരു ഇതാണ്. 2 പേരുടെ മനസ്സിൻ്റെ അവരുടെ അടുപ്പമാണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ ഒരു പക്ഷേ വരുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാണ് മതങ്ങൾ തമ്മിൽ അതിനോട് എന്തിനാണ് ഇത്ര വിരോധം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു വിക്ടിം വല്ലതും ആണോ? അല്ല, അതിന്റെ പോസിറ്റീവ് സെൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. റെനു ചോദിച്ചതിനകത്ത് കുറച്ച് ഇന്നത്തെ യൂത്തിൻ്റെ വോയിസ് ആണ് കേട്ടത്. റെനുവിൻ്റെ വായിലൂടെ ഇപ്പോൾ ഒരുപാട് കയ്യടി വീഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം അവർക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. ഞാൻ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സിനെയൊക്കെ ബഹുമാനിക്കുന്നു. സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു സിമ്പിൾ ചോദ്യം, ഇതിനുപരിയായ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയും ലെവലിൽ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് അയാളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്? നമ്മൾ തമ്മിൽ എവിടെയൊക്കെ കോമ്പാറ്റബിൾ ആകുന്നുണ്ട്, എവിടെയൊക്കെ ചേർന്ന് പോകുന്നുണ്ട്, ഇഷ്ടങ്ങൾ, ലൈക്സ് നമ്മൾ നോക്കും, ഒരേപോലെയൊക്കെ ചേർന്ന് പോകും. എൻ്റെ അത്ഭുതം എന്താണെന്നറിയാമോ? അത്തരം ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് എൻ്റെ ദൈവവിശ്വാസം വരാത്തത്? എൻ്റെ ദൈവവിശ്വാസം എന്താണ് ആ ഇഷ്ടങ്ങളിൽ വരാത്തത്? ഞാൻ അറിഞ്ഞ ദൈവം ഒരു റിയാലിറ്റിയാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ആ റിയാലിറ്റിയെ ആളും അംഗീകരിക്കണമെന്ന് സ്വാഭാവികമായി, തീവ്രവാദമല്ല, വർഗീയതയല്ല, സ്വാഭാവിക ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് ഇഷ്ടം വരുന്നു. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ആൾ ഇഷ്ടപ്പെടണമെന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഫെയ്ത്തിൽ വളരണമെന്നും ആ ഒരു പ്രയോറിറ്റി ഫീൽ ചെയ്യാത്തിടത്ത് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് ഫീൽ ചെയ്യുന്നവർ അതങ്ങനെ കാണട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ. അതായത് എൻ്റെ പ്രയോറിറ്റി, അതിനകത്ത് പ്രശ്നം ഒരു പെരിഫറൽ സ്പിരിച്വാലിറ്റി ജീവിക്കുന്നവർക്ക്, ഫ്ലെക്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന, എന്തും ചിന്തിക്കുന്ന സ്പിരിച്വാലിറ്റി ഇത് വിഷയമേ അല്ല. പക്ഷെ എൻ്റെ പപ്പ എന്ന പോലെ ദൈവത്തെ റിയലൈസ് ചെയ്ത ഒരാൾക്ക് എൻ്റെ പപ്പായെ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മാനിക്കണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ അറിഞ്ഞ ദൈവത്തെ എൻ്റെ ഭാര്യയെ മാനിക്കണമെന്ന് ചിന്തിച്ചു പോകുന്നത്.
അതിനയാൾ തെറ്റ് പറയാൻ പറ്റത്തില്ല, അതിനെ മാനിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയാറുള്ളത്, പല കേസിലും ഞാൻ ഇത്തരം കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ഡ്യൂപ്ലിസിറ്റി ഫീൽ ചെയ്യുന്നത്, പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല, കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത്, പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ മതം മാറില്ല, എൻ്റെ വിശ്വാസം മാറില്ല. ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കുക. നമുക്ക് അത്രയെങ്കിലും ഒരു മിനിമം മര്യാദ ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ കാര്യം, അവരുടെ വിശ്വാസം ജീവിക്കാൻ അനുവദിക്കുക. പക്ഷെ ഇഷ്ടത്തിനെയും സ്നേഹത്തിനെയും പ്രണയത്തിനെയും നമുക്കൊരു കാലത്തും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, അത് സംഭവിച്ചു പോകും. പറഞ്ഞ ഒരാളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതേ ഉള്ളൂ. ഒരാളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രണേതാക്കളിൽ ഒരാളുടെ ഇഷ്ടം പെൺകുട്ടിക്ക് ദൈവം എന്തായാലും കുഴപ്പമില്ല, എനിക്കിവനെ കെട്ടിയാൽ മതി. പക്ഷേ ചിലപ്പോൾ ആൺകുട്ടിക്ക് ദൈവവും വേണം, ഇവനും വേണം, ഇവളും വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഫ്ലെക്സിബിൾ ആകുന്നത് പെൺകുട്ടിയായിരിക്കും ആ സിറ്റുവേഷനിൽ. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ഇവിടെ ഒരു കോമൺ നോമൊന്നുമില്ല. രണ്ട് മതങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഈ പാർട്ടിയാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് കോമൺ നോമൊന്നുമില്ല. സംഭവിക്കുന്നത് അതിലാരാണോ അയാളുടെ സ്പിരിച്വാലിറ്റിയെ കുറേ കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, അങ്ങോട്ട് മറ്റേ ആൾ ഫ്ലെക്സിബിൾ ആകുകയാണ്. ആ ഫ്ലെക്സിബിൾ ആകുന്ന ആൾ മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ഹീ ഈസ് മോർ വൾണറബിൾ. കുറേ കൂടി ഇയാളിലേക്ക് അറ്റാച്ച്ഡ് ആയി ദൈവത്തേക്കാൾ. കുറേ ആൾക്കാർ ദൈവത്തിലേക്കാണ് കൂടുതൽ, എന്ന് വെച്ചാൽ ദൈവം റിയാലിറ്റി ആയിപ്പോയി അവർക്ക്. അത് ഞാൻ പറഞ്ഞില്ല, തീവ്രവാദം അല്ലത്, ഫനാറ്റിസം അല്ല, ദൈവം റിയാലിറ്റി ആയവർക്ക് എങ്ങനെ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരികെ അവിടേക്ക് വരികയാണ്. ഇപ്പോൾ പ്രാർത്ഥന എൻ്റെ ചെറുപ്പത്തിലെ പ്രാർത്ഥന ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ വീടൊരു പള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ അതൊരു തെറ്റല്ല, അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഞാനവിടെ ജനിച്ചു. അപ്പോൾ 6:45 മണിയടി കറക്റ്റാണ്, കൃത്യമാണ്. രാവിലെ കുർബാനയ്ക്ക് പോവുക, വൈകുന്നേരം 6:45 7 മണിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കളിച്ചോ എന്തെങ്കിലും TV എന്തെങ്കിലും ഒരു സമയത്താണ് പള്ളിമണി അടിച്ച നിമിഷം രേണു ടോം പ്രാർത്ഥന. ഇത് ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ നാമം ജപിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വഴക്കുണ്ടാക്കിയും വന്നും ഇരുത്തിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. അത് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിന് ഇന്നൊരു സമയം ഉള്ളതില്ല, ഇന്നൊരു സ്ഥലം എന്നുള്ളതില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മെഡിറ്റേറ്റിംഗ് ഒരു ഇഫക്റ്റാണ്. എൻ്റെ ശാന്തതയിൽ, എൻ്റെ സ്വസ്ഥതയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ നിർബന്ധിച്ച് തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി. റേനു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം അച്ഛൻ റോൾ റേനു എടുത്തൊന്നും സംശയമായിപ്പോയി എനിക്ക്. അത്രയും കാര്യമായിട്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച്. യെസ്, ആദ്യത്തെ പാർട്ട് ആദ്യം അഡ്രസ്സ് ചെയ്യാം. അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കിയെല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നൊരു കുറ്റമല്ലാതെ മാറുകയും, പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്നറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അതുങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടതൊരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല. ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്പേരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. അന്ന് അവരെങ്ങോട്ട് കണക്റ്റഡ് ആവും. അന്ന് ഫെയ്ത്ത് ചെറുപ്പത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, ദൈവത്തെ തന്നില്ലല്ലോ. അവനത് ചോദിക്കാൻ കാര്യം, അവൻ കാണുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്. അവനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുകയും റിക്കവർ ആകുന്നതും കണ്ടു.
ഇവൻ അങ്ങനെ ഒരു ഹോപ്പേ ഇല്ല, എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത് ചാർജിങ് സ്പോട്ട് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പം അതുങ്ങൾ പോയി പ്ലഗ് ചെയ്യട്ടെ. അതിനുള്ള ഫോർമേഷൻ ഒന്നും അറിയാൻ മേലാതായി പോയാലോ, ചുമ്മാ ഇങ്ങനെ പരതി നിൽക്കത്തില്ലേ, അത് വരാതിരിക്കും. അത്രയും കൊടുക്കുക, അത് കൊടുക്കണം, അത് ഒഴിഞ്ഞു മാറരുത്. യെസ്, ഞാൻ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിൻ്റെ ഉത്തരം ആണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. അതായത് ഞാനിപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഏത് റിലീജിയനിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയെയും ഇതിനെയും തിരിച്ചറിയാൻ വയ്യാതെ അതിൻ്റെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചറിവായിട്ട് ഇവർ തന്നെ ഒരു മതം സ്വീകരിക്കട്ടെ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചത്. അതായത് അവർ പള്ളിയിൽ പോകണം, LKG കൊണ്ട് കൊച്ചുങ്ങൾ ഇത്ര ഫീസ് കൊടുത്ത് ചേർക്കുന്നത് എന്തിനാ? 18 വർഷം സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ. വൈകിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് ചെറുപ്പം തൊട്ടേ കിട്ടട്ടെ, എന്നിട്ട് അവന് ഇഷ്ടമുള്ള സ്ട്രീം അവൻ ഓപ്റ്റ് ചെയ്യട്ടെ. സമയമാകുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കട്ടെ. അത്രേ റിലീജിയനും ചെയ്യുന്നുള്ളൂ. മതം മാത്രം കുറ്റക്കാരാകരുത്. ചെറുപ്പത്തിലെ നമ്മളോട് സിലബസ് എന്ത് കട്ടിയുള്ളതാണ്, ഇതിനെല്ലാം പഠിപ്പിക്കുന്നത്. അത് കഴിയുമ്പോൾ മനസ്സിലാകും എന്താണ് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ. അത് ശരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ടാണ്. ഈ പഠിപ്പിച്ച മതവും ഈ പഠിപ്പിച്ച പ്രാർത്ഥനയും എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നുണ്ടോ, അത്രയും എടുത്താൽ മതി. കൊടുക്കാനുള്ളത് കൊടുത്തു വെക്കുക. ഇനി അതുപോലെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു, എൻ്റെ അപ്പുറത്തുള്ളവൻ പ്രാർത്ഥിക്കുന്നു, അതിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനുള്ള എനിക്കൊരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്നൊരു സിനിമയിൽ പ്രശ്നങ്ങളിലൂടെ ശ്രീനിവാസൻ ഒളിച്ചോടുന്നത് ഈ ഒരു പ്രാർത്ഥനയിലേക്കാണ്. ട്രാൻസ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച് ഇത് റിയൽ ലൈഫിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് ഇത് രണ്ടും. അപ്പം പലപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി, ഒരു പ്രാർത്ഥന, ഇതും മതി എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതി ഒരു അബദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എവിടെയാണ് അതിനൊരു അതിർത്തി വരയ്ക്കേണ്ടത്? നല്ല ചോദ്യമാണ്. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു റിലീജിയസ് സ്പിരിച്വൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വളരെ റെലവൻസ് ഉണ്ട് അതിന്. കാരണം വെച്ചാൽ മതവും വിശ്വാസവും യുക്തിയില്ലായ്മയുടെ പേരല്ലത്. യുക്തി ഇതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാകണം. അത് ജോൺ പോൾ സെക്കൻഡ്, ദ ഗ്രേറ്റ് പോപ്പ്, റീസെൻറ്റ് ടൈംസിലെ വലിയ പോപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ ഇതാണ് തലക്കെട്ട്. ലാറ്റിനിൽ ഇങ്ങനെയാണ്, ഫീദസ് എത്ത് റാസിയോ, ഫെയ്ത്ത് ആൻഡ് റീസണിങ്. ഒരു പോപ്പിൻ്റെ പുസ്തകം ഓർക്കണം, ഫെയ്ത്ത് ആൻഡ് റീസണിങ്. യുക്തി പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് വിശ്വാസവും യുക്തിയും 2 ചിറകുകളാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസം എന്ന് അവസാനിക്കും. വിശ്വാസമില്ലാത്ത യുക്തി ജസ്റ്റ് പ്രാഗ്മാറ്റിക് ലൈഫാണ്. അന്നത്തേക്കുള്ളൂ, ഇന്നർ മീനിങ് കിട്ടത്തില്ല. രണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ രോഗാവസ്ഥയ്ക്ക് ശാസ്ത്രം ദൈവത്തിൻ്റെ തന്നെ സമ്മാനമാണ്. വെച്ചാൽ മനുഷ്യന് ബുദ്ധി കൊടുത്താരാ? ദൈവമാണ്. അപ്പോൾ ശാസ്ത്ര ലോകത്തെ തള്ളി പറഞ്ഞിട്ടല്ല വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ചികിത്സിക്കണം. ഇനി ദൈവം സൗഖ്യം തരുന്ന കേസുകളില്ലേ? ഉണ്ട്. അപ്പോൾ ദൈവത്തിന് ഏറ്റു പറയുക. അത് നമ്മുടെ കാരണവന്മാർ പറയത്തില്ലേ, താൻ പാതി ദൈവം പാതി. സിമ്പിളാണ്, സിമ്പിൾ ആസ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷേ പ്രാർത്ഥന ചെയ്യാനുള്ള പ്രാർത്ഥന ചെയ്യുക, ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക. ഇപ്പുറത്ത് ചികിത്സ ചെയ്യാതിരുന്നിട്ട് നമ്മൾ ചത്തവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, എടാ ഹോസ്പിറ്റലും അത് പിന്നിൽ ചെയ്തതും ആ പഠിച്ചതും ഒക്കെ ഞാൻ കൊടുത്ത ബുദ്ധി കൊണ്ടല്ലേ അങ്ങോട്ട് തന്നെ പോഞ്ഞേ, അത് മണ്ടത്തരല്ലേ കാണിച്ചത്, ദൈവം തന്നെ ചോദിക്കും. അത് ഉപയോഗിക്കണം. ശാസ്ത്രം മതത്തിൻ്റെ ശത്രുവൊന്നുമല്ല, തെറ്റിദ്ധാരണയാണ്. ശാസ്ത്ര മതത്തിൻ്റെ ശത്രുവൊന്നുമല്ല. യെസ്. ഇപ്പം നമ്മളിതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മളിപ്പം ഏതൊരു മതത്തിലാണെങ്കിലും കേൾക്കുന്നതാണ് ഗുഡ് സ്പിരിറ്റ്, ബാഡ് സ്പിരിറ്റ് ഇൻ ജനറൽ വി ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം ഈ ഗുഡ് സ്പിരിറ്റും ബാഡ് സ്പിരിറ്റും ഞാനിതിൻ്റെ ഒരുപാട് കഥകൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഈ മൺചിത്രത്താഴ് യക്ഷിപ്രേതം വകുപ്പുകളാണ് ഭൂതം, അതിലോട്ട് നമ്മൾ എത്തും. ദിസ് ഇസ് ഗുഡ് സ്പിരിറ്റ് ആൻഡ് ബാഡ് സ്പിരിറ്റ്. നമ്മൾ അങ്ങനെ ഒരു ബാഡ് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ചോദ്യത്തിന് ഉത്തരവാണ് അച്ഛൻ. എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ടേമായിട്ട് അത്ര വലിയ പരിചയം. ഗുഡ് സ്പിരിറ്റ് എന്നുള്ളൊരു ടേമുമായിട്ട് ഒരു ടെർമിനോളജി എന്താണെന്നുള്ളത് എനിക്ക് അങ്ങനെ വ്യക്തത വരുന്നില്ല. എന്താണ്? അല്ല, ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണിത്. ഗുഡ് സ്പിരിറ്റ്, ബാഡ് സ്പിരിറ്റ് എന്നുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തികളിൽ ഗുഡ് സ്പിരിറ്റും ബാഡ് സ്പിരിറ്റും ഉണ്ടാവും. വ്യക്തികളിൽ ഇപ്പം നമ്മളിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു ഗുഡ് പേഴ്സൺ ആണെന്ന് റിനിന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഗുഡ് സ്പിരിറ്റ് ഇൻ മീ. നമ്മൾ ചില മനുഷ്യർ പറയുന്നുണ്ട്, അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴേ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കിട്ടും. നമ്മൾ 10 മിനിറ്റ് സംസാരിക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു ഹോപ്പ് നഷ്ടപ്പെടും. ദർ ഇസ് എ ബാഡ് സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ് ഇൻ ഹിം. ഇറ്റ്സ് എവിഡന്റ്. അത് ക്ലിയർ കട്ടാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് കേട്ട പല കഥകളിലെ പലതുണ്ട്, അതിലൊരെണ്ണം ഞാൻ പറയാം. അപ്പം ആ കുട്ടിയുടെ ഉള്ളിൽ പിശാച് ആവേശിച്ചൊരു കുട്ടി, ഒരച്ഛൻ ആ ഒരു കുടത്തിൽ അതിനെ എടുത്തു വെക്കുന്നത് ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ട കഥകൾ. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. അതുപോലെ ഒരാൾ, ഇപ്പം നമ്മളതിനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, സിനിമകളിൽ അത് അത്തരം പോയിന്റ്സ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും
വളരെ വിശ്വസനീയമായ രീതിയിൽ ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഭൂതം, പ്രേതം, ഇതുപോലത്തെ കാര്യങ്ങൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഭൂതം, പ്രേതം, യക്ഷി ഇതൊക്കെ ഫിക്ഷ്യസ് ക്യാരക്ടേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു. ഫിക്ഷനിലൂടെയൊക്കെ, നോവൽസിലൂടെയും കഥകളിലൂടെയും സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ട ഒരു ഇമേജറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം എന്താ ആഫ്റ്റർ ഓൾ ഇത് വാണ്ടറിങ് സ്പിരിറ്റ്സ് ആണ്. അതാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വാണ്ടറിങ് സ്പിരിറ്റ്സ് ആയിട്ടാണ് ഈ യക്ഷി, ഭൂതം ഒക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ സിമ്പിൾ ചോദ്യം, ഹൂ ഈസ് ദ അതോറിറ്റി? ഈ ആത്മാവിൻ്റെയും അധികാരി ആരാണ്? ദൈവമാണെങ്കിൽ, ഈ ആത്മാവിൻ്റെ അധികാരി ദൈവമാണെങ്കിൽ ദൈവം അനുവദിക്കുമോ ഇങ്ങനെ അലഞ്ഞു നടന്ന് മനുഷ്യനെ ദ്രോഹിക്കാൻ? തോന്നുന്നുണ്ടോ? അതായത് ഭൂതം, ഈ യക്ഷി, പ്രേതം ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ ആത്യന്തികമായി വിശ്വസിക്കുന്ന ദൈവം ഇല്ലെന്നും കൂടി ആയിപ്പോൾ. അതേസമയം ചില കേസുകളുണ്ട് ഗുഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കും. പ്രൈവറ്റ് റെവലേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് റെവലേഷൻ, ഒരു വ്യക്തിക്ക്, ഒരു നാടിന്, ഒരു സമയത്ത് ഒരു മെസ്സേജ് കൊടുക്കാൻ ചില വ്യക്തികളോട് ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യത്തിന്. ഇപ്പം നന്നായിട്ട് ജീവിക്കുന്ന ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി കർത്താവ് അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും നമുക്ക് കുറച്ച് സിമ്പിളാക്കിയാൽ മതി കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ദൈവവിചാരമുണ്ട്, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, പേഴ്സണലി ഒരു നല്ല ലൈഫ് ജീവിക്കുന്നുണ്ട്. ദെൻ ഹൂം ഷുഡ് ഐ ഫിയർ? ഞാൻ ആരെയാണ് പേടിക്കുന്നത്? ഒരു ഭയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സംവിധാനമായിട്ട് ഇത് മാറരുത്. മനുഷ്യൻ്റെ ഫിയർ ഫാക്ടറിനെ ദുരുപയോഗിക്കുന്ന സംവിധാനമായിട്ട് ഇത് മാറരുത്. ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ബൈബിൾ മാത്രം നമുക്കെടുക്കാം. ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് മതത്തിലാണെങ്കിലും എല്ലാം പറയുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ഇതിന് ശേഷം എൻ്റെ നന്മയ്ക്ക് എന്നെ പരീക്ഷിക്കുകയാണ് പക്ഷെ ആദ്യം എന്ന് പറയും. അപ്പം ഈ ബാഡ് സ്പിരിറ്റ് അലഞ്ഞ് നടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, ആ ഒരു സൂപ്പർ പവർ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തിനെ പരീക്ഷിക്കണം എന്നൊരു ചോദ്യം മനുഷ്യനെ വേദനിപ്പിക്കാൻ. അത് റീലുകളിലൊക്കെ വരും. ജോബിൻ്റെ തന്നെ പറയാം. ജോബിൻ്റെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് വായിക്കുന്ന നമുക്ക് കിട്ടുന്നൊരു കൺസലേഷൻ ഉണ്ട്. അതായത് അങ്ങനെയൊക്കെ കടന്നു പോയപ്പോഴും ഹി വാസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. അവസാനം ജോബ് തിരിച്ച് കർത്താവിലേക്ക് വരികയും ചെയ്യുന്നു. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കിടയിൽ എപ്പോഴും ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് എ ജസ്റ്റ് മാൻ സഫർ? നീതിമാൻ എന്തിന് സഹിക്കണം? നീതിമാൻ എന്തിന് സഹിക്കണം? അതിന് പല ഉത്തരവുണ്ട്. അതായത് ആ സഹനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രചോദനമാവും. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ സഹിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. സഹിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സഹനത്തെ ഞാൻ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. ആ സഹനത്തെ പരാതിയില്ല, ആരെയും കേഴ്സ് ചെയ്യുന്നില്ല, ഞാൻ ഗ്രേസ്ഫുൾ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വേറൊരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, അയാളും ഒരു സിമിലർ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. പുള്ളി പക്ഷേ അവിടെ ഇവിടെ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പുള്ളിക്ക് ഉള്ളൊരു ലെസണാണ് ഞാൻ. പുള്ളി നോക്കുന്നത് ഹി വിൽ ലുക്ക് അപ്പ് ഓൺ മീ. പുള്ളി നോക്കുമ്പോഴേ ആ പുള്ളി ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് സഹനത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പുള്ളി ഒരു പരാതിയില്ലാതെ ആ സഹനത്തെ ഏറ്റെടുക്കുന്നു. തസ് ഐ ബിക്കം അൻ ഇൻസ്പിറേഷൻ ഫോർ ഹിം. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആകുമ്പോഴാണ് ഇത്ര ഒത്തിരി ചോദ്യങ്ങൾ വരുന്നത്. ഇതൊരു ഹോൾ സിസ്റ്റമാണ്, ഇതൊരു വലിയ ക്യാൻവാസാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഒരാളും മീനിങ്ലെസ് അല്ല, ഒരു സഹനത്തിനും അർത്ഥമില്ലാതായി പോകുന്നില്ല. ഇഫ് യു ആർ എ ജസ്റ്റ് മാൻ, നീതിമാനാണ് സഹിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യർ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസമാണെന്ന്, ക്രൂസിഫിക്സിലേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനം. എന്താ സമാധാനം അറിയാമോ? ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ച് അവിടെ ക്രൂശിച്ചില്ലേ, അപ്പോൾ പിന്നെ അതാണ് ആശ്വാസം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ കുരുത്തക്കട ഒപ്പിക്കുന്ന എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ കുരിശിൽ കിടന്നപ്പോഴും അവന് പരാതിയൊന്നുമില്ല, ദ്രോഹിച്ചവരോടും അവൻ ക്ഷമിച്ചു. അപ്പോൾ എന്നെ ദ്രോഹിച്ചവരോടും ക്ഷമിക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുക. എല്ലാ സഹനത്തിനും ഒരു മീനിങ് ഉണ്ട്. വൈ ഷുഡ് ജസ്റ്റ് സഫർ എന്നതിൻ്റെ കൃത്യ ഉത്തരം കിടക്കുന്നത് ക്രോസിലാണ്, കുരിശിലാണ്. ഇതിൽ പറയട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഇത് വിശ്വാസമില്ലാത്ത ഒരാൾ പറയുന്നതാണ്, 50% കാര്യം നടക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മലയാളം ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഏലസ് വിറ്റ കഥയാണ്. അപ്പോൾ ഇത് വിറ്റ ഒരാൾക്കെങ്കിലും 100 പേർക്ക് ഏലസ് വിറ്റ 2 പേരുടെയെങ്കിലും നടക്കും. അപ്പോൾ നടന്നു കഴിയുമ്പോൾ പിന്നെ ആ 2 പേര് ഒരു 100 പേരോട് പറയുന്നു, അതിലും 2 പേർക്ക് നടക്കുന്നു. സോ അതുപോലെ പ്രാർത്ഥിക്കുന്നു, ചിലത് നടക്കും, നടക്കത്തില്ല. നടക്കുന്നവരത് കാര്യമായി പറയുന്നു, അത് പുറത്തു വരുന്നു. നടക്കില്ലാത്തവർ, അപ്പോൾ ഈ നടക്കില്ലാത്തവർക്ക് അതെങ്ങനെയാണ് അവർക്ക് എന്ത് റിവാർഡാണ് കിട്ടുന്നത്? എന്താ അതിൽ വരുന്നത്? നടക്കാത്തവരുടെ അവസ്ഥ. പ്രാർത്ഥനകൾ യാചനകളല്ല, പ്രാർത്ഥനകൾ അഭ്യർത്ഥനകളൊന്നുമല്ല. പ്രാർത്ഥനകൾ അഭ്യർത്ഥനകളെന്ന് പറയാൻ കാര്യം, നമ്മുടെ പലരുടെയും പ്രാർത്ഥന കേട്ടാൽ തോന്നുവേ കർത്താവിന് അറിയാത്ത കാര്യം കർത്താവിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കർത്താവ് ഒരു വീട് പണിയുന്നുണ്ട് തീർക്കാൻ, അപ്പോൾ കർത്താവ് അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അറിയിക്കാം. പിന്നെ എൻ്റെ കെട്ടിച്ചു വിട്ട കൊച്ചുണ്ടായിട്ടില്ല, കൊച്ചുണ്ടായിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ അറിയിക്കാം. കർത്താവിനെ അറിയിക്കൽ പരിപാടിയല്ല പ്രാർത്ഥന.
ഇറ്റ്സ് മോർ അബൌട്ട് എ കണക്ഷൻ. അപ്പം ഉടനെ അപ്പോൾ ചിന്തിക്കും, എന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ, കർത്താവിനെല്ലാം അറിയാമെങ്കിൽ. അതിന് വേറൊരു ഉത്തരവുണ്ട്. ഈ ഗോസ്പലിൽ ഒരു സംഭവമുണ്ട്, റേനു വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു ബ്ലൈൻഡ് മാൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഒരു അന്ധയാചകൻ. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ് ഇവനോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്നെ ഒരു ചോദ്യം നോക്കിക്കേ. ആർക്കാണ് അറിയാത്തത് കാഴ്ചയില്ലാത്തവന് വേണ്ടത് കാഴ്ചയാണ്? പിന്നെ എന്തിനാ അത് പറയിപ്പിക്കുന്നത്? നീ പറ, നിനക്ക് എന്ത് വേണമെന്ന്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നീ പറയടാ. ആ പറച്ചിലൊരു ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് എന്താ റിലീഫ് കിട്ടുന്നത്? അതിൻ്റെ ഉത്തരം നടക്കുന്നത് വീണ്ടും ഗോസ്പലിലോട്ട് പോവുകയാണ്. ചിലതിൻ്റെ ഉത്തരം അവിടെ കിടപ്പുള്ളൂ. ഇതിൻ്റെ കുറേ കൂടെ പ്രോ വേർഷൻസ് വീണ്ടും ബൈബിൾ വായിച്ചാൽ കിട്ടും. ഗത്സമനിയിൽ ഈശോയുടെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ പ്രാർത്ഥിച്ചതല്ല ഉത്തരം. നമ്മളിന്ന് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യ പേപ്പറിന് ഉത്തരം എഴുതി തരുന്ന അനുസരണമുള്ള വിദ്യാർത്ഥിയായിട്ടാണ്. ദൈവം അങ്ങനെയൊന്നുമല്ല. ദൈവം അങ്ങനെയല്ല. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ഉണ്ടെങ്കിൽ ദൈവം ആദ്യം ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയ്ക്കാണ്. ചരിത്രത്തിൽ ആരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകത്തില്ല. രക്തം വിയർപ്പ് തുള്ളിയായി ഇറ്റിച്ച് അവൻ പ്രാർത്ഥിച്ചു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റിത്തരണേ. ഉത്തരമില്ല. അപ്പം നമ്മൾ ചോദിക്കും, പിന്നെ എന്തിനാ ഈ പ്രാർത്ഥന? പക്ഷെ വേറൊരു ഉത്തരമുണ്ട്. നമ്മൾ വായിക്കുന്നത് ദൈവം ഒരു മാലാഖയെ അയച്ചു എന്നാണ്. ആൻഡ് ദാറ്റ് ഏഞ്ചൽ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഹിം, സപ്പോർട്ട് ഹിം. എന്തിന്? ഈ പാനപാത്രം കുടിക്കാൻ. അപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്ന അറിയാമോ? ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ സഹനത്തിൻ്റെ ഫേസിനെ ഓവർകം ചെയ്യാൻ വിൽ ബി ഗെറ്റിംഗ് എ ഡിവൈൻ ഹെൽപ്പ്, എ ഡിവൈൻ സപ്പോർട്ട്. ചിലപ്പോൾ അത് പ്രാർത്ഥന വഴി നടക്കും. ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇത് കടന്നു പോകും, ഇത് മുന്നോട്ട് കടന്നു പോകും. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പല തരത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് പ്രാർത്ഥന? അപ്പം പറഞ്ഞു നമ്മൾ പെറ്റീഷൻ അല്ല പ്രാർത്ഥന. ഞാൻ ചെറുപ്പം തൊട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ ഞാനും പല സ്ഥലത്തും പരാതി വരാനല്ല. ശരിക്കും എന്താണ് പ്രാർത്ഥന? അപ്പം ഒരു ഏത് മതം, ഏത് ജാതി, എന്തോ ആയിക്കൊള്ളട്ടെ, വാട്ട് ഇസ് പ്രെയർ? കണക്ഷൻ. യു നോ ദാറ്റ് കണക്ഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻ, റിലേഷൻഷിപ്പ്. അതായത് ചിലരുണ്ട് ഭയങ്കര ദൈവഭക്തനാണെന്നൊക്കെ പറയും, ഒരിക്കലും അടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുകയില്ല. എന്നിട്ട് പറയും എനിക്ക് ദൈവം ഉള്ളിലുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ടല്ലോ. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ഒരിക്കൽ പോലും അവളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? അതല്ലേ എക്സ്പ്രഷൻ ഓഫ് ലവ്? അത്രയേ ഉള്ളൂ പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രസൻസിൽ ഞാൻ ഇരുന്ന് കൊടുക്കുന്ന നേരമാണ് പ്രാർത്ഥന. ആ ബന്ധത്തെ ഞാനിങ്ങനെ നറിഷ് ചെയ്യുന്ന സമയമാണ്, അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന നേരമാണ്. ഇറ്റ്സ് എ ലവിങ് എക്സ്പീരിയൻസ്. അങ്ങനെയാണ് പ്രാർത്ഥന മാറേണ്ടത്. അതുകൊണ്ട് ഞാൻ ആൾക്കാരോടൊക്കെ പറയുകയും ടെക്സ്റ്റുവൽ പ്രയേഴ്സൊക്കെ വേണം. അത് കാരണം നമുക്കൊരു മോഡൽ വേണമല്ലോ. ടെക്സ്റ്റുവൽ പ്രയേഴ്സിനപ്പുറത്തും സൈലൻറ്റ് പ്രയർ വേണം. നിശബ്ദത പ്രാർത്ഥനയാണോ? അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. അവിടെയാണ് നമ്മൾ ആ ബന്ധത്തെ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ കണക്ഷൻ, സൈലൻറ്റ് പ്രയർ, ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ആയിരിക്കുക. പക്ഷെ അതിനൊരു മിഡിൽ മാൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ആരും ആയിക്കൊള്ളട്ടെ, എനിക്കവിടെ ഇരിക്കാൻ, അല്ലെങ്കിൽ എനിക്കതില്ലെങ്കിൽ പോലും ഒരു സൂപ്പർ പവർ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടാൻ അതിനിടയിൽ മതപുരോഹിതന്മാരുടെ, അങ്ങനെ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ആ ഒരു ആവശ്യകത ഉണ്ടോ? വിളിച്ചു വരുത്തി ഞാൻ കിട്ടും തന്നെ കൊട്ടുവരികയാണല്ലോ. അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട് സിമ്പിളായിട്ട് പറയാം. നമുക്കൊരു അസുഖം വരുമ്പോൾ ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് നാച്ചുറൽ വേ. എന്നാലും നമുക്ക് ഡോക്ടർ കളിക്കാൻ ഒരു ആഗ്രഹം വരും. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 പാരസിറ്റമോൾ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പണ്ടങ്ങാണ്ട് കഴിച്ച ഏതോ മരുന്നൊക്കെ മേടിച്ച് കഴിക്കും. ചിലപ്പോൾ രോഗം മാറും, നല്ല കാര്യം, രോഗം മാറിയാൽ നല്ലത്. ചിലപ്പോൾ സിറ്റുവേഷൻ വേഴ്സ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിൻ്റെ അടുക്ക് പോകും. വൈ? ഹീസ് ക്വാളിഫൈഡ്. ശരീരത്തിൻ്റെ വൈദ്യനെ തേടി പോകുന്നതാണ് ഡോക്ടർ. പുരോഹിതർ ആത്മാവിൻ്റെ വൈദ്യരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ എല്ലാം സോൾവ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ വി ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. 12 വർഷം ഉപാസിച്ചതാണിത്, ഇത് പഠിച്ചതാണ്. ഒരു ഡിവൈൻ തലത്തിലേക്ക് കുറച്ചുകൂടെ ബന്ധമായവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു വൾണറബിൾ പൊസിഷനിലൊന്നുമല്ല. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട എന്നൊന്നും പറയുകയല്ല. ഈ പൊസിഷന് ഇവിടെ വിലയുണ്ട്. കാരണം ക്രിസ്ത്യൻ കാത്തലിക് ടീച്ചിങ് വൈദികരെക്കുറിച്ച് പറയുന്നത് 3 ഡ്യൂട്ടീസാണുള്ളത് മെയിനായിട്ട്. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പഠിപ്പിക്കാനുണ്ട്. ദിസ് ഡിവൈൻ റിയാലിറ്റീസിനെ കുറിച്ച്, ഈ സ്പിരിച്വൽ തലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് ഇപ്പം നമുക്കെല്ലാം പഠിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന കുട്ടികൾ ഹോം സ്കൂളിംഗ് കൊടുത്താൽ പോരായിരുന്നു. എന്തുകൊണ്ട് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത്? നമുക്കറിയാം ദോസ് ടീച്ചേഴ്സ് ആർ ക്വാളിഫൈഡ് ദാൻ അസ്. അതുപോലെയാണ് സ്പിരിച്വൽ റിയാലിറ്റിയെ ഇന്നും പഠിപ്പിച്ചു കൊടുക്കാൻ, ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പുരോഹിതരുടെ ആവശ്യമുണ്ട്. നയിക്കാൻ വേണം, ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കാൻ. അത് നയിക്കാൻ സ്പിരിച്വൽ തലത്തിൽ മാത്രമല്ല കേട്ടോ, സെക്കുലർ തലത്തിലുണ്ട്. ഞാൻ പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ പറ്റിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ തന്നെ പബ്ലിക് സെക്ടർ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇന്ന് കേരളം അഭിമാനിക്കുന്ന 2 മേഖലയാണ്. ഈ 2 മേഖലയിൽ കേരളത്തിനൊരു ഗൈഡൻസ് കൊടുക്കാൻ
പുരോഹിതർ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് ഉള്ളത് പറഞ്ഞു. ഉണ്ട്. അത് നയിച്ചിട്ടുണ്ട് അവർ, അവരുടെ പ്രസൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൻപുറം എടുത്താൽ ആ നാടിൻ്റെ വികസനത്തിന് ഇപ്പോഴല്ലേ എല്ലാം മതം അനുസരിച്ച് മുറിയാൻ തുടങ്ങിയത്. പണ്ടൊരു നാട്ടിലെ ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവരുടെയും വികാരിച്ചനായിരുന്നു ഒരു പള്ളിയിലെ അച്ഛൻ. ആ അച്ഛനും ആ ഇടവകയാണ് അവിടേക്ക് റോഡ് വെട്ടിക്കൊണ്ടുവന്നത്. ആദ്യം ആ നാട്ടിൽ വികസനം കൊണ്ടുവന്നത്, ഒരു LP സ്കൂൾ അവിടെ കൊണ്ടുവന്നത്, ഒരു നാടിൻ്റെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. നയിക്കുന്നുണ്ട് ഇവർ. ആൻഡ് സാങ്ക്ടിഫൈയിങ്, വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. ആൻഡ് വി നീഡ് പ്രീസ്റ്റ് ഹിയർ. പൗരോഹിത്യം ഇവിടെ വേണം. എവിടെയെങ്കിലും എന്തെങ്കിലും അപജയം വന്നു എന്ന് വിചാരിച്ച് ഇതിനെ ജസ്റ്റ് വൈപ്പ് അവേ ചെയ്യുന്നതല്ല സൊല്യൂഷൻ. വി നീഡ് പ്രീസ്റ്റ്. ഈ റിലീജിയൻ ഈസ് മോർ കണക്റ്റഡ് വിത്ത് മൊറാലിറ്റി, എത്തിക്സ് ഓൾസോ. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഇവിടെ. കാരണം നമുക്കത് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റണമെന്നില്ല. അത് ബേസ്ഡ് ഓൺ ഡിവൈൻ റിയാലിറ്റീസ് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ വേണം. സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉൾവിളി, ദൈവവിളി, അങ്ങനെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ദൈവവിളി, ഉൾവിളി ഇല്ലാത്ത ഒരാൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പം വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഒരു സ്പിരിച്വൽ വഴിയിലേക്ക് അച്ഛനാവാൻ പോയ ഒരു സിസ്റ്ററാവാൻ പോയ ഒരു മഠങ്ങളിൽ, അങ്ങനെ ഏതിലാണെങ്കിലും അങ്ങനെ പോയ ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാം വിളികളിലൂടെ പോകുന്നവരല്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 30 വർഷമെങ്കിലും പുറകില്ല. ഞാൻ 30 വർഷം മുന്നത്തെ ഇതാണ് അന്നത്തെ റെലമാണ്. അന്നൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം മേ ബി. കാരണം ഞാനും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, 9ഉം 10ഉം പിള്ളേരുള്ള വീട്ടിൽ ഒരെണ്ണം അച്ഛനാകാൻ പോകുന്നത് വലിയ സംഭവമല്ല. കാരണം അന്ന് ഒരാൾ അച്ഛനാകാൻ പോകുകയെന്ന് പറയുന്നത് ആ ഫാമിലിയിൽ ഏറ്റവും എഡ്യൂക്കേഷൻ കിട്ടാൻ പോകുന്നത് ഇയാൾക്കായിരിക്കും, സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടാൻ പോകുന്നത് ഇയാൾക്കായിരിക്കും. അങ്ങനെ പലവിധ കാര്യങ്ങൾ ഇദ്ദേഹത്തെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഈ പറഞ്ഞ ദൈവവിളിക്കും മുകളിൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന്. പക്ഷെ ചിന്തിച്ച് നോക്കിയേ, ഇന്ന് ഏത് കുട്ടിക്കും, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കുട്ടിക്കും ആഗ്രഹിക്കുന്നിടത്തോളം പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോൺ എടുക്കാം, പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയാണ്. ദെൻ വൈ ഷുഡ് വൺ ഓപ്റ്റ് ദിസ് പ്രീസ്ലി ലൈഫ്? രണ്ടാമത്തത്, പഴയ വിലയൊന്നും സമൂഹത്തിൽ ഇപ്പോൾ ഇല്ല. ഞങ്ങൾക്കും അറിയാം. പണ്ട് ഒരു അച്ഛനെ കാണുമ്പോൾ കൈകൂപ്പി സ്തുതി അല്ലിയിരുന്ന ഒരു സമൂഹം ഇന്നത് തരുന്നില്ല. അല്ലെങ്കിൽ പണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ലോഹയിട്ട് അച്ഛൻ കയറിയാൽ ഇഷ്ടക്കേടോടെ ആണെങ്കിലും ആൾക്കാർ എഴുന്നേറ്റ് കൊടുത്ത് സീറ്റ് കൊടുക്കും. ഇന്നത്തെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സ്റ്റിൽ എന്ത് കണ്ടിട്ടാണ് ഈ 16 വയസ്സുള്ള പിള്ളേർ 12 വർഷത്തെ ഫോർമേഷന് കമ്മിറ്റ് ചെയ്ത് സെമിനാരി ചേരുന്നത്? അതിൻ്റെ പേരാണ് ദൈവവിളി. എന്തോന്ന് അവരെ അട്രാക്റ്റ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കുന്നതിന് മുകളിലാണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് മാത്രം അതിനെ ആക്ഷേപിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. അത് വേറൊരു ഫലമായിരിക്കും. അവരെ അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും. ഞാൻ ഈ സെമിനാരിയിൽ, മൈനസ് സെമിനാരിയിലൊക്കെ ഫോർമേഷനൊക്കെ ഈ ക്യാമ്പിനൊക്കെ പോകാറുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പിള്ളേരോട് ചോദിക്കും, എന്ത് കണ്ടിട്ടാണ് ഈ വരുന്നത്? ഒന്നുമില്ല ഇവിടെ. പണ്ട് പറയുമായിരുന്നു എന്നാ പുൽമേടുകളും ആട്ടിൻപറ്റവും അതിൻ്റെ ഇടയൻ എന്നൊക്കെ. ഇന്ന് പുൽമേടും ഇല്ല, ആട്ടിൻപറ്റവും ഇല്ല. ആർക്കിടയനാകാനായിട്ടാണ് ശരിക്കും ഇറങ്ങിത്തിരിക്കുന്നത്. അതാണ് അവർ ദൈവത്തോടുള്ള ബന്ധമാണ് ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. അത് കർമ്മ ഈസ് എ ബൂമറാങ്, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. റെനുവിനല്ലേ നല്ല വിശ്വാസമുള്ള കർമ്മയെക്കുറിച്ച്? അതിലെനിക്കുണ്ട്. നല്ല കാര്യം. അപ്പം കർമ്മ എന്തായിട്ടാണ് റെനു മനസ്സിലാക്കുന്നത്? അതായത് ഞാൻ ചെയ്തു വെക്കുന്നതിന് ഞാൻ അനുഭവിക്കും. ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം ആൾ അനുഭവിക്കും എന്നതാണോ കർമ്മയായിട്ട് മനസ്സിലാക്കുന്നത്? അതൊന്നുണ്ട്. ഒന്ന്, നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും. അത് തന്നെയാണ് ഈ പറഞ്ഞതും. അത് വരും. 2, നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഒരാവശ്യമില്ലാതെ ആളുകൾ നമ്മളെ ദ്രോഹിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിലൊക്കെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഓർക്കാനോ അതിൽ റിവെഞ്ച് എടുക്കാനോ അല്ല നമ്മൾ നടക്കേണ്ടത്. ഫർഗെറ്റ് ഇറ്റ്, മൂവ് ഓൺ. പറ്റുമെങ്കിൽ ക്ഷമിക്കുക. ആ സെന്റൻസിലോട്ടാണ് നമ്മൾ വന്നത്. അത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ യാത്രകളിൽ ഞാൻ മനസ്സിലാക്കുന്നു, അവർക്കത് കിട്ടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, എവിടെന്നെങ്കിലും അടി കിട്ടും, അതായിരിക്കും. അപ്പം അച്ഛൻ്റെ അങ്ങനത്തെ വിശ്വാസങ്ങൾ എങ്ങനെയാണ്? ആ സച്ച് കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കർമ്മയെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം പാപത്തിന് പരിഹാരം ഉള്ളതുകൊണ്ടാണ്. പാപത്തിന് പരിഹാരം ഉള്ളിടത്തോളം കർമ്മയല്ല ഇവിടെ റൂൾ ചെയ്യുന്നത്. കർമ്മ റൂൾ ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. കർമ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നോളൂ, ദൈവത്തിൻ്റെ ആവശ്യമില്ല. പാപത്തിന് പരിഹാരമുള്ളത് ദൈവം ഉള്ളത് കൊണ്ടാണ്. ഇപ്പം മതങ്ങളുടെയൊക്കെ ആത്യന്തികമായൊരു ലക്ഷ്യം ശരിക്കും എന്തായിരിക്കണം? അതിന് നമ്മൾ കാണുമ്പോൾ എന്താണെന്ന് ചോദിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ആ സംശയം വരുന്നത്. വളരെ സിമ്പിളാക്കി എടുക്കാം നമുക്കിതൊക്കെ. മതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക, റെനുവിനെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക. അങ്ങനെ ഞാനും റെനുവും ഈ ഇരിക്കുന്നവരൊക്കെ ബെറ്റർ പേഴ്സൺസ് ആകുമ്പോൾ ഇവിടെ ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാകുക. ആ ബെറ്റർ സൊസൈറ്റി മുന്നോട്ട് യാത്ര ചെയ്യുക, ഒരു ഡിവൈൻ ഡിറക്ഷനിലേക്ക് യാത്ര ചെയ്യുക. സിമ്പിൾ. അത്രയും ചെയ്യാൻ പറ്റുമ്പോഴാണ് മതം വിജയിക്കുന്നത്. ഇത് ഫുൾഫിൽ ചെയ്യാതെ വരുമ്പോഴേക്കും മതം പരാജയപ്പെട്ടു പോകുന്നുണ്ട്. സമ്മതിക്കണം നമ്മൾ. ഇപ്പം എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നില്ലെങ്കിൽ
സൊസൈറ്റി അത് ബെറ്റർ ആക്കുന്നില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ ഇപ്പം എനിക്കിതിൻ്റെ പേഴ്സണലി എനിക്കതിൻ്റെ ഉത്തരം അറിയാം. കാരണം പിന്നെ എന്തിനാ ചോദിക്കും? ഞാൻ മാത്രമല്ലല്ലോ, ഇവർക്ക് വേണ്ടി എല്ലാവരും അല്ല. അതെന്താണെന്ന് വെച്ചാൽ കാരണം നമ്മളൊരു ക്രിസ്ത്യൻ ബിലീഫിൽ അടിച്ചു പിടിച്ചു വേണമെങ്കിലും നമ്മൾ വളരുന്ന കൂടെ നമുക്ക് ആ ചെറിയ വേദവശ പുസ്തകം പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളോട് ഒരുപാട് പറയുന്ന കാര്യങ്ങളുണ്ട്, വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കോപം, വിദ്വേഷം, അസൂയ, വഞ്ചന, ഇതിനെല്ലാം പ്രാർത്ഥന എങ്ങനെയാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരിക? പ്രാർത്ഥന മാത്രമല്ല, ഈ വാല്യൂ ഫോർമേഷൻ, ഈ ഗോസ്പൽ വാല്യൂ ഫോർമേഷൻ, അതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. പിന്നെ ഓൾസോ പ്രയർ ഹെൽപ്പ് ചെയ്യും. കാരണം വികാരങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ദേ ആർ മോർ ഇൻസ്റ്റിങ്സ്. എൻ്റെ കർണത്തൊരാൾ അടിച്ചാൽ തിരിച്ച് അവൻ്റെ കർണക്കുറ്റി നോക്കി കൊടുക്കുന്നതാണ് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. ഏത് മനുഷ്യനും തോന്നിപ്പോവും. അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത്. കാരണം അവൻ എന്നെ അടിച്ചത് ഒരു പക്ഷേ അവൻ്റെ അറിവുകേട് കൊണ്ട്, അവൻ്റെ ആ നേരത്തെ ഒരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ആണെന്ന് റിയലൈസ് ചെയ്ത് അവിടെ ആ നേരത്തെ കുറേ കൂടെ മച്ചുവേർഡ് ആകുന്നത് കൂടിയാണ് സ്പിരിച്വാലിറ്റി. ഈയിടെ എനിക്ക് തോന്നുന്നത് ശശി തരൂറിൻ്റെ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ പോയി ഗൂഗിളിൽ നോക്കി. എൻ്റെ ഓർമ്മ ശശി തരൂറിൻ്റെ വായിൽ നിന്നാണ് കേട്ടതെന്നാണ്. ഞാൻ ഗൂഗിളിൽ നോക്കി, ഗൂഗിളിൽ ആ വാക്കുണ്ട്. ഭയങ്കര രസമുള്ള വാക്കാണ്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നതും അംഗമായിരിക്കുന്നതും ഏത് മതത്തിലും ആകട്ടെ, ഡീപ്പ് ഇൻസൈഡ് വി ആർ ഹാവിങ് ക്രിസ്ത്യൻ വാല്യൂസ്. അതിനെയാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. വി മേ നോട്ട് അപ്പിയർ ആസ് ക്രിസ്ത്യൻ, ബട്ട് ഡീപ്പ് ഇൻസൈഡ് വി ഹാവ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്, ഒരു കാരണത്തടിക്കുന്നവനോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് കെയോസ്. നേരത്തെ പറഞ്ഞ വാക്കാണ്. നമുക്ക് കിട്ടുന്നതിനെല്ലാം തിരിച്ചു കൊടുക്കാൻ എല്ലാവരും തുടങ്ങിയാൽ ഇവിടെ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്? ഓരോ രാജ്യവും യുദ്ധത്തിനിറങ്ങും. ഓരോ രാജ്യവും പോലും നെഗോസിയേഷൻ ഇല്ല, ഫോർഗീവ്നെസ് ഇല്ല. ഇതാവശ്യമുണ്ട് ഇവിടെ ജീവിക്കാൻ. ഞാൻ ഈയിടെ ഏതോ ഒരു സിനിമയുടെ ക്ലിപ്പ്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെയാണ്, ഞാനത് ട്രെയിലറാണോ കണ്ടേ അതോ ക്ലിപ്പാണോ കണ്ടെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തൊരു ഫേസുമായിട്ട് ഡ്രൈവിംഗ് സീറ്റിലാണ്. അപ്പോൾ ഏത് സിനിമയാണ് അറിയാമെങ്കിൽ പറയണം. അതായത് ആൾക്കാർ ആരൊക്കെയോ കാറിനകത്തുണ്ട്. അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഇയാൾ. ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാൾ പറയുന്നൊരു ഡയലോഗ്, എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് സ്നേഹം കിട്ടാത്ത എല്ലാവരും വെറുപ്പുമായിട്ടിറങ്ങിയാൽ ഈ ലോകം എങ്ങനെയാവും? അവിടെയാണ് ഡിവൈൻ സ്പേസ് വേണ്ടത്. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. അടി കിട്ടിക്കൊണ്ടിരുന്നതിന് മറുകരണവും അടി കിട്ടിയാൽ ഞാൻ സ്വാഭാവികമായ സംശയങ്ങൾ ഒരു മനുഷ്യനുണ്ടാവുന്നതാണ്. അപ്പോൾ വീണ്ടും അവൻ്റെ ആ കരണത്തും അടി കിട്ടിയാൽ, അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ആ അടിയും കിട്ടുന്നു, വീണ്ടും അടി കിട്ടുന്നു, നിരന്തരം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അത് ബൈബിളിൽ ഒറിജിനലി ഉപയോഗിക്കുന്നത് വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ മീനിങ് വേറെ ഒന്നുമാണ് ശരിക്കും ഒറിജിനലി. ഈ റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് യഹൂദർ കിടന്നത്. അപ്പോൾ ഈ പടയാളികൾ ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ ലെഫ്റ്റ് ഇങ്ങനെ പുറം കൈകൊണ്ട് അടിക്കും. ഇത് ആക്ഷേപിക്കുന്നതാണ്, ഇത് പരിഹസിക്കുന്നതാണ്, നിന്ദിക്കുന്നതാണ്. അപ്പോൾ ചില നിന്നാപമാനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ചുമ്മാ നിന്ന് അടി വാങ്ങുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അപ്പം അച്ഛാ, ഇറ്റ് വാസ് എന്താ എൻലൈറ്റൻമെൻ്റ് ഒക്കെ വരുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലായി. ചിലതിൽ ഇനിയും എനിക്ക് ചോദിക്കാനുണ്ടെങ്കിലും സമയപരിമിതം ആയ ഒരു പരിപാടി ആയതുകൊണ്ട് ചോദിക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട്. ശരിക്കും എനിക്കും ഒത്തിരി നന്ദിയുണ്ട്. കാരണം ദിസ് ഇസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക്, ബീങ് എ റിലീജിയസ് പേഴ്സൺ, ആ ഫീൽഡിൽ മീഡിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സെക്കുലർ ഓഡിയൻസിനും സെക്കുലർ പ്ലാറ്റ്ഫോമിലേക്കും ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ചുവരെടുത്ത് വയ്ക്കുന്നത്. ആൻഡ് യു മെയ്ഡ് ഇറ്റ്. താങ്ക് യു റെനു. ആൻഡ് ഈ സംവിധാനത്തിന്, നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന്, സോഷ്യൽ മീഡിയ ഹാൻഡിലിന് ഹൃദയപൂർവ്വമായ നന്ദി എൻ്റെ പേരിലും. നമുക്ക് ആഗ്രഹിക്കാം എല്ലാം നല്ലതാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. താങ്ക് യു. ഫാദർ. യെസ്.